പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ, സമാധാനത്തോടെ കാക്കുമാറാകട്ടെ. 1 കൊരിന്ത്യർ 16 അധ്യായം അതിൻ്റെ 13 വചനത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു: ഉണർന്നിരുപ്പേൻ, വിശ്വാസത്തിൽ നിലനിൽപ്പേൻ, പുരുഷത്വം കാണുപ്പേൻ, ശക്തിപ്പെടുവേൻ. ശ്രദ്ധിച്ചോ, ഉണർന്നിരുപ്പേൻ, വിശ്വാസത്തിൽ നിലനിൽപ്പേൻ. അബ്രഹാമിൻ്റെയും സാറയുടെയും ജീവിതത്തിൽ വിശ്വസിക്കുവാൻ, പ്രതീക്ഷിക്കുവാൻ, പ്രത്യാശിക്കുവാൻ യാതൊരു വകയും ഇല്ലാതിരുന്നിട്ടും റോമാലേഖനത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും, അവർ വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ധൈര്യപ്പെട്ടു മുന്നോട്ട് പോയി. അതേ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുവാൻ, നല്ലത് പ്രത്യാശിക്കുവാൻ ജീവിതത്തിൽ ഒന്നുമില്ലായിരിക്കാം. കേട്ട വാഗ്ദത്തങ്ങളുടെ നിവർത്തി എന്നായിരിക്കും, എന്താകും എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടാകാം. നിങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, വിശ്വാസം നഷ്ടപ്പെടരുത്. സാഹചര്യം എന്തു തന്നെയുമായിക്കോട്ടെ, വിശ്വാസം കൈവിടരുത്. ഇപ്പോൾ ആയിരിക്കുന്ന ആ മന്ദതയുടെ അനുഭവത്തിൽ നിന്ന് ഒന്ന് ഉണർന്നേ, ഒന്ന് ധൈര്യപ്പെട്ടേ. കർത്താവല്ലേ വാക്ക് പറഞ്ഞത്, അവിടുന്ന് വിശ്വസ്തനാ. ആകാശവും ഭൂമിയും മാറിയാലും, അവസാനം വരെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞവർ വാക്ക് മാറിയാലും, ദൈവത്തിന്റെ വാക്കുകൾക്ക്, വാഗ്ദത്തങ്ങൾക്ക് ഒരിക്കലും മാറ്റം സംഭവിക്കത്തില്ല. അവിടുന്ന് പറഞ്ഞത് ചെയ്യുക തന്നെ ചെയ്യും. അവിടുത്തെ വിശ്വസ്തതയ്ക്ക് ഭംഗമില്ല. അവിടുന്ന് കള്ളം പറയാൻ മനുഷ്യനല്ലല്ലോ, വാഗ്ദത്തങ്ങളിൽ പരാജയപ്പെടുവാൻ മനുഷ്യപുത്രനല്ലല്ലോ, ദൈവമല്ലേ. സകലത്തെയും ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ചവനല്ലേ നമ്മളോട് വാഗ്ദത്തം അറിയിച്ചത്, നമ്മളോട് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞത്. പിന്നെ എന്തിനാ ക്ഷീണിക്കുന്നത്? വിശ്വാസം തണുത്തു പോകരുത്. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ഉണര, വിശ്വാസത്തിൽ നിലനിൽക്കുക. അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതത്തിൽ മാനുഷിക കണ്ണുകൾക്ക് വിശ്വസിക്കുവാൻ കഴിയാത്തത് ചെയ്തെങ്കിൽ, പൂർവ പിതാക്കന്മാരുടെ ജീവിതത്തിൽ, മാതാക്കളുടെ ജീവിതത്തിൽ അസാധാരണമായ ദൈവപ്രവൃത്തി ചെയ്തെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വസിക്കുവാൻ കഴിയാത്ത അനവധി ദൈവിക പ്രവർത്തികൾ വെളിപ്പെട്ടെങ്കിൽ, ഇപ്പോൾ എന്തിനാ സംശയിക്കുന്നത്? ഉണര, വിശ്വസിക്കുക, ശക്തിപ്പെട, ധൈര്യപ്പെട. കർത്താവ് പ്രവർത്തിക്കും, പ്രവർത്തിക്കും, നിശ്ചയം. പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളോട് അറിയിച്ച വചനത്തിനായി സ്തോത്രം. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. നഷ്ടമായ വിശ്വാസം ഞങ്ങൾ വീണ്ടെടുക്കട്ടെ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ബലപ്പെടുത്തണമേ. വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് സ്പെഷ്യൽ കൃപ തരണം, പ്രത്യേക കൃപ തരണം. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം അനുഗ്രഹിക്കുന്നു. മഹത്വം അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. വിശ്വാസത്തിൽ നിലനിൽപ്പേൻ. ബ്ലെസ് യു.